പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും 7-ാം മാസത്തിൻ്റെ 24-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. 13-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും. എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും. ജീവിതത്തിൽ സംഘർഷങ്ങൾ അനുഭവിക്കാത്ത മനുഷ്യരില്ല. ഒരു പ്രശ്നത്തിന് പരിഹാരം കഴിയുമ്പോൾ അതിലും ഗൗരവമുള്ള മറ്റു വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നു. പലതും സഹിച്ചു മടുത്തു, ഈ ജീവിതം തന്നെ ഒന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്നവരും കുറവല്ല. ഇങ്ങനെ ഇനി എത്ര നാൾ ജീവിക്കണം? എത്ര നാൾ ഈ ഭാരമെല്ലാം ഞാൻ തനിയെ ചുമക്കണം? എത്ര കാലം ഈ രോഗങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കും? ഈ സങ്കടങ്ങൾ ഞാൻ എത്ര കാലം കണ്ടുകൊണ്ടിരിക്കണം എന്ന് തുടങ്ങി സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നമ്മെക്കുറിച്ചും ദൈവത്തിനും ചിലത് പറയുവാനുണ്ട്, ചോദിക്കുവാനുണ്ട്. മനുഷ്യർ ഒരിക്കലും നിരാശയോടെ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. തൻ്റെ ജനം തന്നിൽ ആശ്രയിക്കുമ്പോൾ അവരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം കൊടുക്കുക തന്നെ ചെയ്യും. എന്നാൽ ദൈവത്തിൽ നിന്നും നന്മകൾ അനുഭവിച്ചിട്ടും ജനം ദൈവത്തെ വിട്ടുപോവുകയും മ്ലേച്ഛതകൾ ചെയ്യുന്നതും കണ്ട് ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്, എത്ര കാലം നീ ഈ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കും? അതുപോലെ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ടും എത്ര കാലം ദൈവത്തെ വിശ്വസിക്കാതെയും ദൈവത്തിന് വിരോധമായി ജീവിക്കുമെന്നും ദൈവം ചോദിക്കുന്നു. ദൈവനാമ മഹത്വത്തിന് അപമാനം വരുത്തിക്കൊണ്ടിങ്ങനെ ഇനി എത്ര കാലം ജീവിക്കും? പലപ്പോഴും ദൈവം സംസാരിച്ചിട്ടും അതിന് ശുദ്ധീകരണം പ്രാപിക്കുവാൻ, ജീവിതത്തിൽ ശുദ്ധീകരണം പ്രാപിക്കുവാൻ കഴിയാതെ മനസ്സില്ലാതെ ദുഷ്ടവിചാരങ്ങളോടുകൂടെ എത്ര കാലം ജീവിക്കുമെന്നും ദൈവം ചോദിക്കുന്നു. നിനക്കയ്യോ കഷ്ടം, നിർമ്മലമായിരിപ്പിൻ, നിനക്ക് മനസ്സില്ല. ജീവിതത്തിൻ്റെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരായ ദൈവദാസന്മാർ ദൈവവചനം പ്രകാരം ജനത്തെ നടത്തുവാൻ നോക്കിയിട്ടും അവർ അനുസരണക്കേട് കാണിച്ച് തങ്ങൾക്കിഷ്ടമുള്ള വഴിയെ നടക്കുന്നത് കണ്ടിട്ട് ഹൃദയം നുറുങ്ങി ജനത്തോട് ചോദിക്കുന്നത്, നിങ്ങൾ എത്രത്തോളം ഇരുതോണിയിൽ കാലുവെക്കും? നാം നമ്മുടെ പ്രശ്നങ്ങളുമായി ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നതിന് മുമ്പായി മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ചോദ്യം ദൈവം നമ്മോട് ചോദിക്കുവാൻ സാധ്യതയുണ്ടോ എന്ന് നാം ഈ പ്രഭാതം പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം കൂടാതെ ദൈവത്തിൻ്റെ ദാസന്മാരെയും കുറ്റം പറയുന്നത് കേട്ടിട്ട് അവർ ചോദിക്കുന്നു, ഇതുപോലെ നിങ്ങൾ എത്ര കാലം ഭക്തന്മാരെ ആക്രമിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യും? നിരവധി വിഷയങ്ങളുടെ മുമ്പിൽ തങ്ങളാൽ ഒന്നും സാധിക്കാതെ വരുമ്പോൾ ദൈവജനം ദൈവസന്നിധി ചോദിക്കുന്ന ചോദ്യമാണ്, കർത്താവേ, ഇത് എത്രത്തോളം എന്ന്. രോഗം, പട്ടിണി, കടഭാരം, ഏകാന്തത, ഭീഷണി എന്നിങ്ങനെ എത്രയെത്ര നീറുന്ന വിഷയങ്ങളുമായി മറുപടി കാണാതെ ഭാരപ്പെടുന്ന ദൈവമക്കൾ ലോകത്തിലുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ സഹായമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധ്യമല്ല. അതുപോലെ ഹൃദയം തകർന്ന് ദൈവസന്നിധി നിലവിളിക്കുന്ന ഭക്തനെ കേൾക്കാതെ മുമ്പോട്ട് പോകുവാൻ ദൈവത്തിനും കഴിയുകയില്ല. ഈ 13-ാം സങ്കീർത്തനം എഴുതുവാൻ ഉണ്ടായ സാഹചര്യം നമുക്ക് വ്യക്തമല്ല. ശത്രുക്കൾ നിമിത്തം പലപ്പോഴും കരയേണ്ട സാഹചര്യം സങ്കീർത്തനക്കാരൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. തൻ്റെ സഹോദരനായ അഹരോൻ മരിച്ചപ്പോഴുണ്ടായ തീവ്രമായ ദുഃഖം നിമിത്തം മോശ ഇങ്ങനെ പ്രാർത്ഥിച്ചു, യഹോവയെ, മടങ്ങി വരണമേ, എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. പലപ്പോഴും നമ്മുടെ ഉറ്റവരും ഉടയവരും വേർപെടുമ്പോൾ ദൈവം നമ്മെ കൈവിട്ടത് കൊണ്ടാണ് ഇതൊക്കെയും സംഭവിച്ചതെന്ന തോന്നലുകൾ നമ്മിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിത പടക് തകരാതെ സൂക്ഷിക്കുവാൻ ദൈവം ശക്തനാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതന്റെ ജീവിതത്തിൽ ഏത് പ്രതികൂല കാറ്റുകൾ തകർക്കുവാൻ വന്നാലും സ്തോത്രം നമ്മെ പിഴുതെറിയുവാൻ ശത്രു ശ്രമിച്ചാലും അത് വിചാരിച്ചുകൊണ്ട് വാശിയോടെ എത്ര തന്നെ ശക്തമായ കാറ്റ് വീശിയടിച്ചാലും ഭയപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. കരുതുന്നവൻ പടകിൽ കൂടെയുണ്ടെങ്കിൽ നമ്മോട് സ്തോത്രം ഒരു ശത്രുവിനും അടുക്കുവാൻ കഴിയത്തില്ല. ആകയാൽ നാം നിരാശപ്പെടാതെ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കാം. കരുണാമനായ ദൈവം നമ്മോട് ഈ പ്രഭാതം കൂടെയുണ്ട്. ഭാരപ്പെടേണ്ട,
പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന് നമുക്ക് അടുത്തു ചെല്ലാം. അതേ ദൈവവേദനയെ എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും, എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കുമെന്ന് സങ്കീർത്തനക്കാരനോടുകൂടെ നാം എത്രയോ പ്രാവശ്യം ദൈവസന്നിധിയിൽ പറഞ്ഞിട്ടുണ്ട്, പാടിയിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മുടെ നിരാശകളെ നീക്കുന്ന ഒരു ദൈവം, നമ്മുടെ ഭാരങ്ങളെ അറിയുന്ന ദൈവം, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം, ആമേൻ, ഇന്ന് പകൽക്കാലം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതും നന്മയുടെ ഒരു അടയാളം ഈ പ്രഭാതം ഞങ്ങൾക്ക് നൽകി ആദരിക്കണമെന്ന്, ഞങ്ങളെ ആദരിക്കണമെന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം ചെയ്യണം. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെയും ദൈവം ആദരിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏകാന്തതയുടെ അനുഭവങ്ങൾ, മാനസിക നിരാശകൾ, ശാരീരികമായ ക്ലേശങ്ങൾ, കടഭാരങ്ങൾ, കർത്താവ് എത്രയെത്ര വേദനകളിൽ കൂടെ കടന്നു പോകുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കായി സ്വർഗം ഒരു വിശാലത ഒരുക്കി, നന്മകൾ ഒരുക്കി കർത്താവെ മാനിച്ചാതിരിക്കണം, അനുഗ്രഹിക്കും. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കും. മഹത്വം അങ്ങെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.